ഓക്കെ, ഈ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധ വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായും മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ നീഡ്സും ശരീരത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഹീമോഗ്ലോബിൻ അതുപോലെയുള്ള രക്തക്കുറവ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. അതായത് ചീര, റാഗി, ഡേറ്റ്സ്, ബീട്രൂട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. മുട്ട, പാല്, തൈര്, റാഗിയിലും നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അത് കുട്ടിയുടെ വളർച്ചയിലും ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. കൂടാതെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം പ്രഗ്നൻസി ടൈമിലും ഒപ്പം തന്നെ ഡെലിവറി ടൈമിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കുറേ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതായത് ഒരു പ്രോപ്പറായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂർ ഉറങ്ങുക. കൃത്യമായിട്ട് ഉറക്കമില്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിന് സാധ്യതയുണ്ട്. നമ്മുടെ അണ്ടോൽപാദനത്തിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ടെൻഷൻ കുറയ്ക്കുക. അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്.